ന്യൂലി മാരീഡ് ആയിട്ടുള്ള പെൺകുട്ടികളിൽ അല്ലെങ്കിൽ സെക്ഷൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് മൂത്രത്തിന് അണുബാധ വരുന്നത് അനുഭവിക്കാത്തവരായിട്ട് അധികം ആളുകൾ ഉണ്ടാവില്ല. ഹണിമൂൺ സിസ്റ്റൈറ്റിസ് എന്നറിയപ്പെടുന്ന ഈ ഒരു സിസ്റ്റൈറ്റിസ് വളരെ കോമൺ ആണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. എന്തുകൊണ്ട് ഈ സമയത്ത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു? അതായത് സെക്ഷൽ കോണ്ടാക്ട് തുടങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ ബാക്ടീരിയാസ് യൂറിനറി ട്രാക്റ്റിലേക്ക് പ്രവേശിക്കാനും അതുമൂലം ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ കോണ്ടാക്റ്റ് മൂലം ഫ്രിക്ഷൻ വരികയും അവിടെ ഇറിറ്റേഷൻ വരികയും അത് ഒരു ഇൻഫ്ലമേഷന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ സെക്ഷൽ കോണ്ടാക്റ്റിന് ശേഷം യൂറിൻ പാസ് ചെയ്യാതെ നമ്മൾ ഹൈജീനായിട്ട് പ്രൈവറ്റ് ഏരിയകൾ മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സെക്ഷൽ കോണ്ടാക്ട് കഴിഞ്ഞതിന് ശേഷം യൂറിനേറ്റ് ചെയ്യാനും നന്നായിട്ട് പേഴ്സണൽ ഹൈജീൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനും ശ്രദ്ധിക്കുക. പിന്നെ യോനി ഏരിയ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ആളുകളിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ലൂബ്രിക്കേഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. ആ ഒരു ഫ്രിക്ഷൻ കുറക്കാനും അതുമൂലമുള്ള ഇൻഫെക്ഷൻ കുറക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.